പ്രിയമുള്ളവരെ, ഇന്ന് പുതിയ ഒരു വീഡിയോ ആണ്. സൗദിയിലെ പ്രവാസികൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. സൗദിയിലെ ഏതൊരു പ്രവാസിയും നിർബന്ധമായും സൗദി നാഷണൽ അഡ്രസ്സ് രജിസ്റ്റർ ചെയ്തിരിക്കണം എന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. നമ്മളെല്ലാവരും ചെയ്തിട്ടുണ്ടാവും. ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് മുതൽ മറ്റെല്ലാ കാര്യങ്ങൾക്കും ഇത് നിർബന്ധമാണ് എന്ന് നമുക്കറിയാം. എന്നാൽ നമ്മൾ ജോലി ആവശ്യാർത്ഥോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണത്താലോ നമ്മൾ താമസിച്ചു കൊണ്ടിരുന്ന സിറ്റിയിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് താമസം മാറുമ്പോൾ, ഉദാഹരണത്തിന് നമ്മൾ ജിദ്ദയിൽ നിന്ന് റിയാദിലേക്കോ ദമാമിലേക്കോ അല്ലെങ്കിൽ മറ്റേതൊരു പ്രദേശത്തിലേക്കോ താമസം മാറ്റുമ്പോൾ നിർബന്ധമായും ഈ അഡ്രസ്സ് മാറ്റം വരുത്തണം, ഇത് അപ്ഡേറ്റ് ചെയ്യണം. അപ്പോൾ അത് എങ്ങനെ ചെയ്യുന്നത് എന്ന് വിവരിച്ചു കൊണ്ടുള്ള ചെറിയൊരു വീഡിയോ ആണ്. നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്നുള്ള വിശ്വാസത്തോടെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മളാദ്യം ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്ത് സൗദി നാഷണൽ അഡ്രസ്സ് അപ്ഡേറ്റ് എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യണം. നമ്മുടെ മുന്നിൽ ഇങ്ങനൊരു ടാബ് പ്രത്യക്ഷപ്പെടും. അതിൽ മാനേജിങ് നാഷണൽ അഡ്രസ്സ് എന്നുള്ള ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ശേഷം നമ്മൾ ഈ ഒരു പേജിലേക്കും എത്തിച്ചേരുക. നമ്മൾ സ്ക്രോൾ ചെയ്ത് കണ്ട് നമ്മൾ ശരിക്കും ഒന്ന് പരിശോധിച്ച് നോക്കുക, എന്തെല്ലാമാണ് ഈ പേജിലുള്ളത് എന്നുള്ളത് ഒന്ന് പരിശോധിക്കണം നമ്മൾ ആദ്യമായിട്ട്. ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ദ സർവീസ് എന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ലോഗിൻ പേജ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഫസ്റ്റ് ഇൻഡിവിജ്വൽ എന്നുള്ള ഭാഗം നമ്മൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴെ യൂസർ ഐ ഡി നമ്മുടെ ഈ കാമ നമ്പർ ആയിരിക്കും. അതിന് താഴെ പാസ്വേഡ് നമ്മൾ ഫസ്റ്റ് സൗദി നാഷണൽ അഡ്രസ്സ് രജിസ്റ്റർ ചെയ്ത സമയത്ത് ആ പാസ്വേഡ്, താഴെ ഇതിൻ്റെ ഇമേജ് കോഡ് ക്യാപ്ച അടിച്ചു കൊടുത്തതിന് ശേഷം ലോഗിൻ എന്ന പാർട്ടിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മുടെ ഫോണിലേക്ക് വന്ന OTP വൺ ടൈം പാസ്വേഡ് അടിച്ചു കൊടുക്കുക. ശേഷം നെക്സ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ മുന്നിൽ അറബിയിലുള്ള ഒരു പേജാണ് ഓപ്പൺ ആയിട്ട് വന്നിട്ടുള്ളത്. ആദ്യം നമ്മളിത് ലാംഗ്വേജ് സെറ്റ് ചെയ്യണം, ഇംഗ്ലീഷിലേക്ക് നമ്മൾ മാറ്റണം. ഇപ്പോൾ നമ്മുടെ മുന്നിൽ ഇതിന് മുന്നേ രജിസ്റ്റർ ചെയ്ത ഇത്രയും കാലം നമ്മുടെ നിലനിന്നിരുന്ന അഡ്രസ്സിലെ വിവരങ്ങളാണ്. നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് പരിശോധിച്ച് നോക്കുന്നത് നല്ലതാണ്. കറക്റ്റാണോ അല്ലേ എന്നൊന്ന് പരിശോധിച്ച് നോക്കുന്നത് നല്ലതാണ്. ആഡ് ന്യൂ അഡ്രസ്സ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ കാണുന്ന ഈ 3 ലൈനിൽ ക്ലിക്ക് ചെയ്താൽ അപ്ഡേറ്റ് നാഷണൽ അഡ്രസ്സ് എന്നുള്ളൊരു ഓപ്ഷൻ കാണും. അവിടെ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യുക. ഇവിടെ ഓട്ടോമാറ്റിക്കലി ഒരു അഡ്രസ്സ് വന്നിട്ടുണ്ട്. പക്ഷേ ഇത് നമ്മുടെ അഡ്രസ്സാണെന്ന് ഉറപ്പുണ്ടാവില്ല. നമ്മൾ ഈ കാണിച്ച അഡ്രസ്സ് പരിശോധിച്ചതിന് ശേഷം ഇത് നമ്മുടെ യഥാർത്ഥ അഡ്രസ്സ് അല്ലെങ്കിൽ ഈ കാണുന്ന റീസെറ്റ് ലൊക്കേഷൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ കാണുന്ന ഇൻഫർമേഷൻ നമ്മൾ മാനുവലായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കണം. റീജിയൻ മക്ക, അൽബഹ, അസീർ ഏതാണ് നിങ്ങളെ റീജിയൻ അത് അടിച്ചു കൊടുക്കുക. സിറ്റി ഏതോ ജിദ്ദയാണോ റിയാദാണോ എന്ന് അടിച്ചു കൊടുക്കുക. ഡിസ്ട്രിക്റ്റ് അൽ റൗദ, ഷറഫിയ, ബലദ്, അൽ ബലദ് അങ്ങനെ അടിച്ചു കൊടുക്കുക. പിന്നെ സ്ട്രീറ്റ് നെയിം അടിച്ചു കൊടുക്കണമെന്നില്ല. നിങ്ങളുടെ ബിൽഡിംഗ് നമ്പർ, നിങ്ങളുടെ എല്ലാ ബിൽഡിങ്ങിൻ്റെ മുന്നിലുള്ള ഒരു ഗ്രീൻ ബോർഡിലുള്ള 4 ഡിജിറ്റ് ആ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം നെക്സ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മുടെ ഫ്ലാറ്റിൻ്റെ വിവരങ്ങളാണ് എൻ്റർ ചെയ്യേണ്ടത്. ഫസ്റ്റ് അപ്പാർട്ട്മെൻറ്റ് എന്ന് സെലക്ട് ചെയ്യുക. ഫ്ലാറ്റിൻ്റെ നമ്പർ, ഫ്ലോർ നമ്പർ എന്നുള്ളിടത്ത് ഫ്ലാറ്റ് നമ്പർ അടിച്ചു കൊടുക്കുക. പ്രോപ്പർട്ടി ടൈപ്പ് എന്നുള്ളത് റെൻ്റ് എന്ന് സെലക്ട് ചെയ്യുക. പീരിയഡ് ഓഫ് സ്റ്റേ ടെമ്പററി എന്ന് സെലക്ട് ചെയ്യുക. റിവ്യൂ ആൻഡ് കൺഫേം എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ എൻ്റർ ചെയ്ത വിവരങ്ങളെല്ലാം കറക്റ്റാണോ എന്ന് ഒന്നും കൂടെ പരിശോധിച്ചതിന് ശേഷം ഐ അക്നോളജ് എന്നും ഐ ഹാവ് റീഡ്
ആൻഡ് അഗ്രി എന്നുള്ള 2 ബട്ടണുകൾ ക്ലിക്ക് ചെയ്ത് കംപ്ലീറ്റ് രജിസ്ട്രേഷൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ഫോണിലേക്ക് ഒരു SMS വന്നിട്ടുണ്ടാവും. അതിലുള്ള OTP ഇവിടെ എൻ്റർ ചെയ്ത് കൺഫേം എന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ സൗദി നാഷണൽ അഡ്രസ്സ് അപ്ഡേറ്റ് ചെയ്യുന്ന പ്രോസസ്സ് കംപ്ലീറ്റ് ആയി. ഇനി നമ്മുടെ ആവശ്യങ്ങൾക്ക് നാഷണൽ അഡ്രസ്സ് പ്രിൻ്റ് എടുക്കണമെങ്കിൽ ഷോ അഡ്രസ് പ്രൂഫ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് നമുക്ക് പ്രിൻ്റ് എടുക്കാവുന്നതാണ്. സൗദി നാഷണൽ അഡ്രസ്സ് അപ്ഡേറ്റ് ചെയ്യുന്ന പ്രോസസ്സ് കംപ്ലീറ്റ് ആയി. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ലോഗൗട്ട് ചെയ്ത് ഈ പേജിൽ നിന്ന് പുറത്ത് കടക്കാവുന്നതാണ്.